ഹലോ സുഹൃത്തുക്കളെ, എന്തുണ്ട് വിശേഷം? സുഖമാണോ? അങ്ങനെ ജർമ്മനിയിൽ അൺലോഡ് ചെയ്യാൻ വേണ്ടി ഓഡിയുടെ കമ്പനിയിലൊന്ന് നടക്കുക. ഇതാണ് ഓഡിയുടെ കമ്പനി. ഇവിടെ വന്നിട്ടിപ്പോൾ തന്നെ 2 മണിക്കൂറായി. വേണ്ട എഞ്ചിനുമായിട്ട് പോകണണ്ട വണ്ടി. എഞ്ചിനാണ് കൊണ്ടുപോകണത്. 6-18 ഇഞ്ച്. അപ്പോൾ ഇവിടെ ഇപ്പോൾ നല്ല ചൂട്, 33 ഡിഗ്രി. 33 അല്ലേ, 34 ഡിഗ്രി. വേണ്ട 34 ഡിഗ്രി ചൂട്. അതേസമയം മെനിങ്ങാന്ന് A4 പോളണ്ടിൽ A4 റോഡിൽ പാർക്ക് ചെയ്തു. ആ സമയത്ത് അവിടെ 5 ഡിഗ്രി ആയിരുന്നു തണുപ്പ്. അപ്പോൾ പോളണ്ടിൽ ചിലയിടങ്ങളിൽ നല്ല തണുപ്പും, ഇപ്പോൾ ജർമ്മനിയിൽ കട്ട ചൂടും. ചൂടെന്ന് പറയുമ്പോഴത്തേക്ക് ഈ രാവിലെ, അതായത് ഈ സമയങ്ങളിൽ കൊണ്ടുവന്ന് നമ്മൾ റെസ്റ്റ് അടിച്ച് കഴിഞ്ഞാൽ വണ്ടിക്കകത്ത് കിടന്നുറങ്ങാക്കൂല. ഫാന് ഓണാക്കിയിട്ടിട്ടും നല്ല ചൂടാണ്. കണ്ട ഫാൻ ഓണാക്കി വെച്ചിട്ട് നല്ല ചൂടാണ്. വണ്ടികളെല്ലാം നിരന്ന് കിടപ്പുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സമയങ്ങളിൽ നമുക്ക് നേരെ കിടന്ന് ഉറങ്ങാനും ഒക്കൂല. പിന്നീട് ഡ്രൈവ് ചെയ്യുമ്പോൾ ഉറക്ക ക്ഷീണം, ഭയങ്കര ബുദ്ധിമുട്ടാവും. വണ്ടി കയ്യിൽ നിൽക്കാത്ത പോലെ. പിന്നെ ഇറക്കവും കയറ്റമുള്ള റോഡാണെങ്കിൽ പറയും വേണ്ട. സിംഗിൾ ഓടിക്കുമ്പോൾ അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട്. പക്ഷേ ഡബിൾ ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വണ്ടി റണ്ണിങ്ങിലാകുമ്പോഴത്തേക്ക് അപ്പുറത്തെ സീറ്റിലിരുന്നിട്ട് ചരിച്ചിട്ടിട്ട് കിടന്ന് ഉറങ്ങാൻ പറ്റും. അതുകൊണ്ട് ഡബിളിൽ ആ ഒരു സീനില്ല. സിംഗിൾ ആകുമ്പോഴത്തേക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഡേയിലാണ് നമുക്ക് റെസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഉറക്കമൊന്നും കറക്റ്റായിട്ട് കിട്ടത്തില്ല. പിന്നെ ഫുള്ള് തിങ്കളാഴ്ച വരെയുള്ള പ്ലാനിങ് വന്ന് നിരന്ന് കിടക്കും. ജർമ്മനിയിൽ തന്നെയാണ്. ഇനി ഇവിടെ നിന്ന് 148 കിലോമീറ്റർ ഓടിപ്പോയി ലോഡ് എടുക്കണം. അത് സമയം 3 മണിക്കാണ് ഇട്ടേക്കുന്നത്. 3 മണിക്ക് എത്തത്തില്ല. ഇവിടെ ഇപ്പോൾ തന്നെ 1:30 ഇനി എപ്പോഴും അൺലോഡ് ചെയ്ത് കിട്ടുമെന്ന് അറിയത്തില്ല. വെയിറ്റിങ്ങിലാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. വെയിലായപ്പം ഡ്രൈവർമാരെല്ലാം വാടിക്കുഴഞ്ഞ് ഇങ്ങനെ നടക്കുക, ഒരു ഉഷാറില്ലാത്തതുപോലെ. അപ്പോൾ വീഡിയോസുകൾ എടുക്കാനൊന്നും സമയം കിട്ടണില്ലെന്ന്, സിംഗിളായതുകൊണ്ടാണ് തോന്നണം. ഇനിയിപ്പോൾ എന്തായാലും ട്രെയിനിങ്ങിന് ഇപ്പോൾ പുതിയ ആൾക്കാർ വന്നിട്ടുണ്ട്. അപ്പോൾ അവരെയൊക്കെ കിട്ടും. ഓരോരുത്തരെ ഓരോരോ വണ്ടിയിൽ കയറ്റി വിടും. അപ്പോഴത്തേക്ക് അവരുടെ കാര്യങ്ങളും വിശേഷങ്ങളും എല്ലാം വീഡിയോ എടുത്ത് ഇടാൻ ശ്രമിക്കാം. അവരെ സപ്പോർട്ട് ചെയ്യുക.